റഷ്യൻ വ്യോമ കേന്ദ്രങ്ങളിൽ വമ്പൻ ആക്രമണം നടത്തിയ യുക്രൈൻ തിരിച്ചടിയിൽ ഞെട്ടിയിരിക്കുകയാണ് റഷ്യയും അതിൻ്റെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും. റഷ്യക്ക് നേരെ യുക്രൈൻ്റെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ. ആക്രമണത്തിൽ റഷ്യയുടെ 41-ലധികം റഷ്യൻ സൈനിക വിമാനങ്ങൾ തകർന്നതായി യുക്രൈനിൻ്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈനിലെ അഥവാ SBUവിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിക്കുന്ന Tu-95, Tu-22 സ്ട്രാറ്റജിക് ബോംബറുകൾ ഉൾപ്പെടെയുള്ള റഷ്യൻ വിമാനങ്ങളെ യുക്രൈൻ സൈന്യം ആക്രമിച്ചതായി SBU അവകാശപ്പെട്ടു. വിമാനങ്ങൾക്ക് പുറമെ ഒരു പാസഞ്ചർ ട്രെയിൻ കടന്നുപോകുന്ന സമയത്ത് റഷ്യൻ ഹൈവേ പാലം പൊട്ടിത്തെറിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. റഷ്യക്കുള്ളിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ കടന്നാണ് ആണവശേഷിയുള്ള ബോംബർ വിമാനങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ വമ്പൻ ആക്രമണം നടത്തിയത്. റഷ്യയുമായി നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കായി യുക്രൈനിയൻ പ്രതിനിധി സംഘം തിങ്കളാഴ്ച ഇസ്തംബുളിലേക്ക് പോകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പ്രഖ്യാപിച്ച അതേ ദിവസമാണ് ഈ ആക്രമണം ഉണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. ആക്രമണം സ്ഥിരീകരിച്ച സെലൻസ്കി അതിനെ മികച്ച പ്രവർത്തനമെന്നാണ് വിശേഷിപ്പിച്ചത്. ഈ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന് 1.5 വർഷത്തിലകം സമയമെടുത്തു എന്നും 117 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ശത്രു പ്രദേശത്ത് സൈനിക ലക്ഷ്യങ്ങൾ മാത്രം ലക്ഷ്യമിട്ട്, പ്രത്യേകിച്ച് ഉക്രൈനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ ലക്ഷ്യമിട്ട് ഞങ്ങൾ ഒരു മികച്ച ഓപ്പറേഷൻ നടത്തി. റഷ്യക്ക് കാര്യമായ നഷ്ടങ്ങൾ സംഭവിച്ചു. ഇത് പൂർണ്ണമായും ന്യായീകരിക്കാവുന്നതും റഷ്യ അർഹിക്കുന്നതുമാണ്. ഈ ആക്രമണത്തിന് വേണ്ട തയ്യാറെടുപ്പിന് 1.5 വർഷത്തിലധികം സമയമെടുത്തു. ആസൂത്രണം, സംഘാടനം, എല്ലാ വിശദാംശങ്ങളും കൃത്യമായി ഞങ്ങൾ നടപ്പിലാക്കി. ഇത് തികച്ചും സവിശേഷമായ ഒരു ഓപ്പറേഷനായിരുന്നുവെന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, സെലൻസ്കി പറയുന്നു. ശരിക്കും സമ്മർദ്ദം ആവശ്യമാണ്. റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിക്കൂ. ഉപരോധങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തുക, നമ്മുടെ സേനയിൽ നിന്ന് സമ്മർദ്ദമുണ്ടാക്കുക, നയതന്ത്രത്തിലൂടെ സമ്മർദ്ദം ചെലുത്തുക, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നും സമാധാന ചർച്ചകൾക്ക് തൊട്ടുമുമ്പുള്ള ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് സെലൻസ്കി പറയുന്നു. അതേസമയം മാർമാൻസ്ക്, ഇർകുട്സ്ക്, ഇവനാവോ, റിയാസൻ, അമൂർ മേഖലയിൽ റഷ്യൻ സൈനിക വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മർമാൻസ്ക്, ഇർകുട്സ്ക് എന്നിവിടങ്ങളിലെ ആക്രമണങ്ങൾ ഒഴികെ രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധം മറ്റെല്ലാ മേഖലകളിലും നടന്ന ആക്രമണങ്ങൾ പരാജയപ്പെടുത്തിയതായും റഷ്യ അവകാശപ്പെട്ടു. മർമാൻസ്ക്, ഇർകുട്സ്ക് മേഖലകളിൽ വ്യോമതാവളങ്ങൾക്ക് സമീപമുള്ള ഒരു പ്രദേശത്ത് നിന്ന് FPV ഡ്രോണുകൾ വിക്ഷേപിച്ചതിൻ്റെ ഫലമായി നിരവധി വിമാനങ്ങൾക്ക് തീപിടിച്ചുവെന്ന് റോയിട്ടേഴ്സ് ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. തീ അണച്ചതായും ആക്രമണത്തിൽ ഉൾപ്പെട്ട ചിലരെ കസ്റ്റഡിയിലെടുത്തതിനാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 4 മണിക്കൂറിനുള്ളിൽ 95 യുക്രൈൻ ഡ്രോണുകൾ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ തടയുകയോ നശിപ്പിക്കുകയോ ചെയ്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഇതിൽ മോസ്കോയ്ക്ക് സമീപമുള്ള 2 എണ്ണവും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ മിക്കതും റഷ്യയുടെ മധ്യ തെക്കൻ പ്രദേശങ്ങളിലായിരുന്നു ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഉക്രൈൻ നഗരങ്ങളിൽ ഉടനീളം റഷ്യൻ സൈന്യം 367 ഡ്രോണുകളും മിസൈലുകളും അഴിച്ചുവിട്ട് ആക്രമണം നടത്തി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് റഷ്യക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നത്. യുദ്ധത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് അന്ന് റഷ്യ നടത്തിയത്. 3 കുട്ടികൾ ഉൾപ്പെടെ 13 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഉക്രൈനിൻ്റെ വ്യോമസേന 266 ഡ്രോണുകളും 45 മിസൈലുകളും തകർത്ത് കളഞ്ഞെങ്കിലും നാശനഷ്ടങ്ങൾ വ്യാപകമായി ഉക്രൈനിൽ സംഭവിച്ചിരുന്നു. അപ്പാർട്ട്മെൻറ്റുകളും ബ്ലോക്കുകളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളേറെയും സാരമായി ആ ആക്രമണം ബാധിച്ചു. അതേസമയം മെയ് 16 യുക്രൈനും റഷ്യയും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ ധാരണയിലെത്തിയതായി അവസാനിച്ചിരുന്നു. വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ വിവരിക്കുന്ന ഒരു മെമ്മോറാണ്ടം മോസ്കോ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ഉക്രൈനുമായി പങ്കിട്ടില്ലെന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് പറയുന്നു. ഈ ചർച്ചയുടെ 2ാം ഘട്ടം ഇസ്തംബുളിൽ ഇന്ന് നടക്കാനിരിക്കെയാണ് യുക്രൈൻ്റെ തിരിച്ചടി ഇന്നലെ ഉണ്ടാകുന്നത്. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.